നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കേരള പാഠാവലി ചെടിക്ക് മുദ്దుകൊണ്ടത് എന്ന ഭാഗത്തിൽ ചെടി നമ്മോട് പറയുന്നത് എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എല്ലാ മക്കളും പാഠഭാഗം ശ്രദ്ധിച്ചോളൂ. നോക്കിയ മക്കളെ, മുറ്റത്ത് നിൽക്കുന്ന ചെടിയിൽ മനോഹരമായ ഒരു പൂ വിരിഞ്ഞു. ആ പൂ കണ്ടപ്പോൾ കുട്ടിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയില്ലേ? ഇഷ്ടം തോന്നിയപ്പം കുട്ടിക്ക് എന്ത് തോന്നിയത്? അത് പിച്ചി എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് അവ എന്ത് ചെയ്തു? കൈ നീട്ടി. ഗൂസ് കൈ നീട്ടത്. കുട്ടി കൈ നീട്ടി. കുട്ടിക്ക് ഗോത്രഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഗൂസ്. നോക്കൂ മക്കളെ, ഇതിൽ സാമ്യമുള്ള വാക്ക് ഏതാണ്? ഗോത്രഭാഷയിലും മലയാളത്തിലും കൈക്ക് കൈ എന്ന വാക്ക് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ സാമ്യമുള്ള വാക്ക് കൈ എന്നതാണ്. അടുത്ത നോക്കിയ മക്കളെ, ചെടി സങ്കടബന്ധ് എന്ത്? ചെടി എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നതാണ്. സങ്കടവും നമ്മൾ പ്രയോഗിക്കുന്നതാണ് അല്ലേ? നോക്കിയാൽ മലയാളത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ചെടി സങ്കടപ്പെട്ടു എന്തേ? അതാണ് ചോദിക്കുന്നത്. ചെടി സങ്കടബന്ധ് എന്ത്? ചെടി സങ്കടപ്പെട്ടു എന്തേ? ഇതിലെ സാമ്യമുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ചെടിയും സങ്കടവും. നോക്കൂ മക്കളെ, കുട്ടി പൂ പറിക്കുന്നതിന് വേണ്ടി കൈ നീട്ടിയപ്പോൾ ചെടിക്ക് സങ്കടമായി. ചെടിയുടെ സങ്കടം കണ്ട് കുട്ടി എന്ത് ചോദിച്ചു? എന്തേ? എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചെടിയോട് ചോദിച്ചു. ജേനുക്കുഞ്ഞി വരുതല് ഞാൻ എന്തേള് കേളും? തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയും? ജേനുക്കുഞ്ഞി എന്ന് പറഞ്ഞാൽ തേനീച്ച. വരുതല് വരുമ്പോൾ, ഞാൻ, എന്തേള് എന്ത്, കേളും പറയും. തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയും? കുട്ടി പൂ പറിച്ചുകൊണ്ട് പോയാൽ തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയുമെന്നോർത്താണ് ചെടി സങ്കടപ്പെട്ടത്. മനസ്സിലായോ? ബണ്ട് വരുതല് ഞാൻ എന്തേള് കേളും? ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും? ചെടി കുട്ടിയോട് ചോദിക്കുകയാണ്, നീ പൂ പറിച്ചുകൊണ്ട് പോയാൽ ശലഭം വന്നു കഴിയുമ്പോൾ ഞാൻ അവരോട് എന്തു പറയും? പക്കി വരുതല് ഞാൻ എന്തേള് കേളും? കുരുവി വരുമ്പോൾ ഞാൻ എന്തു പറയും? ഇനി കുരുവിയാണ് വരുന്നതെങ്കിൽ അതിനോട് ഞാൻ എന്താണ് പറയുക? ഗൂസ് ചെടിക്ക് ഒന്നു മുദ്దుകൊണ്ടത്. കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു. നോക്കുമക്കളെ, ചെടിയുടെ സങ്കടം കുട്ടിക്ക് മനസ്സിലായി. അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? പൂ പറിച്ചെടുക്കാതെ ചെടിക്കൊരു മുത്തം കൊടുത്തു അല്ലേ?
അടുത്ത പാഠം നോക്കിയേ, പൂമ്പാറ്റുമ്മ. ഒരു 3 വയസ്സുകാരി എന്താണ് നമ്മോട് പറയുന്നത്? പൂമ്പാറ്റുമ്മ വായിക്കൂ. പൂമ്പാറ്റുമ്മ. ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുമായിരുന്നു. അവൻ അങ്ങനെ പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി. ആരും കൂട്ടില്ലാതായപ്പോൾ അവന് ബോറടിച്ചു. പാവം. എന്നിട്ട് ഊഞ്ഞാലുമ്മേന്നിറങ്ങി മുറ്റത്താകെ പറന്ന് നടന്നു. നോക്കൂ മക്കളെ, മുറ്റത്തുകൂടി പാറ് നടക്കുമായിരുന്ന ഒരു പൂമ്പാറ്റക്കുട്ടൻ പറന്ന് കുട്ടിയുടെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി. അപ്പോൾ അവിടെ കൂട്ടിനാരെയും കിട്ടാതായപ്പോൾ അവന് ബോറടിച്ചു. അവൻ എന്ത് ചെയ്തു? ഊഞ്ഞാലിന്മേൽ നിറങ്ങിയിട്ട് വീണ്ടും മുറ്റത്താകെ പറന്ന് നടക്കാൻ തുടങ്ങി. മഴ നനഞ്ഞ് പൂക്കളൊക്കെയും ഉറങ്ങുമായിരുന്നു. പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല. അവന് കുറേ വിഷമമായി. മഴയായതുകൊണ്ട് മഴ നനഞ്ഞ് പൂക്കളെല്ലാം എന്ത് ചെയ്തിരുന്നു? ഉറക്കമായിരുന്നു. പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല. അവന് വലിയ വിഷമമായി. എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ച് നടന്നു. അപ്പോഴേ സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു. പൂമ്പാറ്റക്കുട്ടന് സന്തോഷമായി. എന്നിട്ട് എന്തുണ്ടായി? പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ച് നടന്നു. ആ സമയത്ത് സുട്ടു എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഓടിച്ചെന്നു. ഇത് കണ്ടപ്പോൾ പൂമ്പാറ്റക്കുട്ടന് വലിയ സന്തോഷമായി. അവൻ പറന്ന് വന്ന് സുട്ടുവിൻ്റെ നെറ്റിത്ത് ഒരു ഉമ്മ തന്നു. എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞിനൊരുമ്മ കൊടുത്തു. സുട്ടു ഒരു പൂമ്പാറ്റുമ്മ. നോക്കിയേ മക്കളെ, പൂമ്പാറ്റ അപ്പം എന്ത് ചെയ്തു നോക്കിയേ? പൂമ്പാറ്റ പറന്ന് വന്ന് സുട്ടുവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത്? സുട്ടു പൂമ്പാറ്റുമ്മ പോലെ ഒരു കുഞ്ഞുമ്മ അമ്മയുടെ കവിളത്തും കൊടുത്തു അല്ലേ? നോക്കൂ മക്കളെ, പൂമ്പാറ്റുമ്മ എന്ന കഥ എഴുതിയ മെയ്സിതാര ആരാണെന്നറിയോ നിങ്ങൾക്ക്? തൃശ്ശൂർ ജില്ലയിലെ കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് സിതാര. കൊടകര കാവനാട് സ്വദേശിയായ സിതാര കുഞ്ഞു കാലം മുതൽ പറഞ്ഞിരുന്ന കഥകളെല്ലാം കൂടി അമ്മ പാർവതി എഴുതി വെച്ചിരുന്നു. ആ കഥകളെല്ലാം കൂടെ ചേർത്ത് സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിലെ ഒരു കഥയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള പൂമ്പാറ്റുമ്മ എന്ന പാഠഭാഗം. മനസ്സിലായോ?
പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ. പാഠപുസ്തകം എല്ലാവരും നന്നായി വായിക്കണം, കമൻറ്റുകൾ അറിയിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്